ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രബീന് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. മഴയായിട്ട് എല്ലാവരോടും സേഫ്റ്റി ആയിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെന്ന് കാണുക. ആ ഒരു ഷോർട്സ് അവൻ്റെ മനസ്സിൽ എന്താണോ തോന്നിയത് അതാണ് അവൻ പറഞ്ഞത് കേട്ടോ. അവൻ പറയണം, അമ്മ ഞാനെന്തോ വലിയൊരു കുട്ടിയെ പോലെ അല്ലെങ്കിൽ വലിയൊരാളെപ്പോലെ ഞാൻ സംസാരിച്ചതുപോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അല്ല, അവൻ്റെ മനസ്സിൽ എന്താണോ തോന്നിയത് അതാണ് അവൻ പറഞ്ഞത്. അത് എന്താണെന്ന് നിങ്ങളും കൂടെ കേൾക്കുക. ഇപ്പോൾ പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം, തിരുവനന്തപുരം എന്ന ഭാഗങ്ങളിൽ, അതായത് ഈ 2 ജില്ലകളിൽ ഒഴിച്ച് ബാക്കിയെല്ലാം റെഡ് അലേർട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ന്യൂസിൽ കൂടി അറിയുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് കയറ്റം കൂടിയ ഭാഗമായതുകൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങോട്ട് അധികം അപകടങ്ങളൊന്നും ഇല്ല കേട്ടോ. വെള്ളപ്പൊക്കം പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാറ്റും മഴയൊക്കെ ഉണ്ട് ചെറിയ തോതിൽ. കാറ്റ് നല്ല ശക്തമായിട്ട് തന്നെ അടിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ മഴ അധികം ഇല്ല. മഴ ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാലും അവിടുത്തെ പോലെ വെള്ളപ്പൊക്കം കയറാൻ കണക്കിനുള്ള മഴകളൊന്നും ഇല്ല. അതിന് തന്നെ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുകയാണ് ആദ്യം തന്നെ. അത് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ശരിക്കും പെട്ടുപോകും അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ. ഒരു ചെറിയൊരു കുടില് പോലത്തെ ഒരു വീട്ടിലിരുന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവും. ഒന്നാമത് പ്രബിൻ്റെ കാര്യം, രണ്ടാമത് ഞങ്ങൾ എങ്ങോട്ട് പോകും. ഈ ഒരു കുടിൽ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലവും ഇല്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം തന്നെ. അതാണ് ഒരു കാര്യം ഓർക്കുമ്പോൾ അതാണ് പേടി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ്റെ വയ്യായ്മ, അവനെയും തൂക്കിയെടുത്തിട്ട് പോണ കാര്യമൊക്കെ, വെള്ളമൊക്കെ കയറി കഴിഞ്ഞാലുള്ള ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള ഒരു കാര്യമാണ്. ദൈവം അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെ ഓർത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞ മനസ്സിലൊക്കെ ഒരുപാട് സങ്കടം തോന്നുകയാണ്. ദൈവമേ, ഇവരെ എങ്ങനെ ആയിരിക്കും ഈ ഒരു തരുണത്തിൽ, ആ ഒരു സംഭവത്തിൽ നിന്ന് കരകയറി വരുന്ന ഇനി എന്തുമാത്രം കഷ്ടപ്പാട്. അതായത് ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് വീട് വയ്ക്കുക, എന്നിട്ട് ഉരുൾപൊട്ടലിൽ അതെല്ലാം നഷ്ടമാകുക, ജീവൻ വരെ പോകുന്ന ചിലരുടെ. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. ഞങ്ങൾ ഒക്കെ ഇതാണെങ്കിൽ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും പിന്നെ നമുക്കിതെല്ലാം ഉണ്ടാക്കാം അല്ലേ. നമ്മുടെ ജീവനാണ് നമുക്ക് ആദ്യം സേഫ്റ്റി ആക്കി വയ്ക്കുക എന്നുള്ളത്. ബാക്കിയെല്ലാം രണ്ടാമത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനിക്കാതെ ഇനിയുള്ള കാര്യങ്ങളിലോട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. എനിക്കിത് പറയാൻ മാത്രമേ കഴിയൂ. പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെട്ട് ഇരിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസമാവും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവരുടെ വേദന എന്തെന്ന് എനിക്ക് ഊഹിക്കാൻ നല്ലപോലെ കഴിയും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത്രമാത്രം ഒരുപാട് പേര് വെള്ളത്തിൽ കൂടി ഓരോ ദിവസവും തരണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലവർക്കൊക്കെ ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു കളിച്ചിരി തമാശ പോലെയാണ്. ചിലവർക്ക് അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോയിലാണെങ്കിൽ ചിലവരൊക്കെ നല്ല രീതിയിൽ ഈ ഒരു വെള്ളപ്പൊക്കമൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇനി എന്താണ് വഴി, മുന്നോട്ട് എന്താണ് വഴി എന്നുള്ളതിൽ ശരിക്കും അന്തം വിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. 2 രീതിയിലും മനുഷ്യരെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പം കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് പറയാം, അവർ എൻജോയ് ചെയ്യും. കാരണം കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് ആ മഴവെള്ളമൊക്കെ ഒരു വല്ലാത്ത ഒരു എൻജോയ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ കാണുന്ന 1-2 വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇവരെങ്ങനെയാണ് ഇങ്ങനെയെന്ന്. പക്ഷെ അവർക്ക് ചിലവർക്കൊക്കെ മനസ്സിൽ ഒരു ഇതായിരിക്കും, നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, ഇനി ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളത്. ചിലവരുടെ മനസ്സൊക്കെ അങ്ങ് തളർന്നു പോകും. അത് കൂടുതൽ എങ്ങനെയാണെന്നറിയോ, പ്രായം ചെന്നവരുടെ അവസ്ഥയാണ്. അവർക്ക് ഇനി കാരണം ഇത്രയും പ്രായത്തിൽ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെയാണ് ഈ ഒരു മഴയും ഒരു വെള്ളപ്പൊക്കത്തിലും അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലിൽ കൂടി നഷ്ടപ്പെട്ടത്. അപ്പോൾ അവരങ്ങനെ ചിന്തിക്കും, ദൈവമേ ഇനി എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, ഞാൻ ഇനി എങ്ങനെ ഇതൊക്കെ
സമ്പാദിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം സുരുക്കൂട്ടി എടുക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. പക്ഷേ യങ്ങായിട്ടുള്ളവർക്ക് അങ്ങനെയല്ല കേട്ടോ. അവർ ഇനിയും നേടിയെടുക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത, അതാണ് ഇവരിൽ രണ്ടുപേരിലുള്ള വ്യത്യാസം. അല്ലാതെ രണ്ടുപേരെയും തരംതിരിച്ച് അങ്ങനെ കുറ്റമായിട്ട് പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതായിരിക്കും അവരുടെ, നമുക്കായാലും അങ്ങനെയല്ലേ, അയ്യോ നമുക്ക് ജീവൻ കിട്ടിയാൽ മതി, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മളെക്കാളും പ്രായം ചെന്നിരിക്കുന്ന അച്ഛനമ്മമാർക്കാണെങ്കിൽ അങ്ങനെയല്ല. ഇത്രയും കാലം കൊണ്ട് ഒരു കൂട്ടി സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം ഒരു മഴയിൽ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. അതാണ് അവരുടെ ചിന്ത കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ജീവൻ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അത് തന്നെയാണ് ആദ്യം സേഫ് ആക്കുക. പിന്നെ ചിലവരൊക്കെ ഈ ഒരു സേഫായി ഇരിക്കുക എന്ന് പറഞ്ഞാലും ചിലവർക്ക് അവരുടെ വീട് വിട്ട് അല്ലെങ്കിൽ പോകാനൊക്കെ ഒരു മടി ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് വലുത്. അതാദ്യം നല്ലപോലെ ചിന്തിക്കുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് മറ്റെന്തോ ഉള്ളതെന്ന് ആലോചിക്കുക. ചിലവർക്കൊക്കെ ഈ ഒരു സേഫായിട്ട് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ബന്ധുക്കാരുടെ വീട്ടിലായാലും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കൊന്നും ആരുമില്ല, ബന്ധുവില്ല, സ്വന്തവുമില്ല, ആരുമില്ല. ഞങ്ങൾ 4 പേര് മാത്രം അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഉള്ളതെല്ലാം നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഓരോ ബന്ധുക്കാരുടെ വീട്ടിലോ ഒക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബിന് എന്താ പറയാനുള്ളത്? പ്രബിന് രാവിലെ തന്നെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അവൻ്റെ യൂട്യൂബിൽ അവൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരു ചേച്ചി, എനിക്ക് ചേച്ചിയാണ്, അവനൊരു ആൻറ്റിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഒരു 2 ദിവസവും 3 ദിവസവും എന്തോ വന്ന് കണ്ടിട്ടുണ്ട്. പ്രബിനെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് വിരുന്ന് സൽക്കാരങ്ങളൊക്കെ ചെയ്യും. ആ കൂട്ടത്തിൽ കുറേ മുട്ട, അവന് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, അവന് മുട്ട കൂടുതൽ നാടൻ കോഴി, ചെറിയ കോഴി മുട്ടയൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന്, കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, ഇൻഫെക്ഷൻ ആയതുകൊണ്ടൊക്കെ. അപ്പോൾ ചേച്ചി കുറേ മുട്ട ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തരും കേട്ടോ. അവിടെ ചേച്ചി നാട്ടിൻപുറ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് അകലെയാണെന്നേ ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ യാത്രയൊക്കെ വരുമെന്ന് തോന്നുന്നു. എത്തായിട്ട് എനിക്കറിയില്ല. എന്തായാലും അത്രയും ദൂരത്തിലൊക്കെ ഉള്ള ആളാണ് ഷിജാന്റി. എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല, മറന്നുപോയി. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഇനി ഞാൻ ഓർത്ത് വെച്ച് പറയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇടയ്ക്ക് ഈ മുട്ടയൊക്കെ വാങ്ങി കൊടുത്തു വിടും. അപ്പോൾ അവൻ ആ മുട്ടയൊക്കെ പുഴുങ്ങി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒളിച്ച് വെച്ച് കഴിക്കുകയാണ്, എന്നെ കാണിക്കാതെ. എനിക്ക് തരണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒളിച്ച് വെച്ചാണ് കഴിക്കുന്നത്. കണ്ടോ, അവന് നിങ്ങളെ പോലും കാണിക്കുന്നില്ല. അപ്പോൾ അവന് കൗണ്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ നാടൻ മുട്ടകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഈ പനി വന്നതിന് ശേഷമൊക്കെ ചേച്ചി കുറേ മുട്ട ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട് പ്രബിനെ. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളെല്ലാ ദിവസവും 1-2 വെച്ച് പുഴുങ്ങി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ വാ തുറന്ന് സംസാരിക്കാത്തത്. കണ്ടോ, ചിരിക്കുന്നുണ്ടോ? ഞാൻ കള്ളം പറയുന്നെങ്കിൽ നിങ്ങൾ തന്നെ നോക്കാണ്ട് വാ കണ്ടോ. അപ്പോൾ ഇതാണ് അവനൊന്നും മിണ്ടാത്തതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയാനുള്ള, എല്ലാവരോടും സേഫ്റ്റി ആയിരിക്കാൻ പറ. അമ്മ പറഞ്ഞല്ലോ, പിന്നെ ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തിനാണ് അമ്മ പറഞ്ഞതുകൊണ്ട് ഇനി അവനൊന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, അല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ നമുക്കും പറയാൻ. വീഡിയോസൊക്കെ ഞാൻ ഇടും, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്. സബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.